നെല്ലിയാമ്പതി ചുരത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ് മറിഞ്ഞു. പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് മുകളിലാണ് അപകടം. കെ.എസ്.ആർ.ടി.സി ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു. നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എപ്പോഴായിരുന്നു ഒരു സംഭവം? എത്രത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? സുരേഷ്, ഇന്നിപ്പോൾ ഒരു 9:30 കൂടെയാണ് അപകടം ഉണ്ടാകുന്നത്. കെ.എസ്.ആർ.ടി.സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നെല്ലിയാമ്പതി ചുരം പാതയിൽ ചെക്ക് പോസ്റ്റിന് മുകളിലായിട്ടാണ് അപകടം സംഭവിച്ചത്. ഈ കെ.എസ്.ആർ.ടി.സി ബസ് ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരാളം യാത്രക്കാർ ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ ഉണ്ടായിരുന്നു. ആ യാത്രക്കാരിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു സ്ത്രീക്കാണ് ഈ അപകടത്തിൽ ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. മറ്റ് 2 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതും നാട്ടുകാരും മറ്റും പറയുന്നുണ്ട്. നാട്ടുകാരുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അരുൺ, ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ വേഗതയിലായിരുന്നോ ഈ ബസ്? അപ്പം മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ? ദൃക്സാക്ഷികളടക്കം പറയുന്നത് എന്താണ്? പ്രാഥമികമായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നത് ഇതിന്റെ ബ്രേക്ക് നഷ്ടമായതും ഒപ്പം നമുക്കറിയാം ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചുരം പാതയിലാണെങ്കിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വാഹനത്തിന് ബ്രേക്ക് നഷ്ടമായതാണ്. ഈ ബ്രേക്ക് ഡൗൺ സംഭവിച്ചതാണ് ഈ അപകടത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഈ പാലക്കാട് നിന്നും നെന്മാറ നെല്ലിയാമ്പതി റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സാണ്. ആ ബസ്സാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ദൃക്സാക്ഷികളായ നാട്ടുകാരും മറ്റും പറയുന്നത് ഈ വാഹനത്തിന് ബ്രേക്ക് നഷ്ടമായപ്പോൾ അതിൽ നിന്നും ഈ യുവതി വാഹനത്തിന് പുറത്തേക്ക് തെറിച്ചു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്ന തരത്തിൽ നാട്ടുകാർ പറയുന്നുണ്ട്. അത് കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അവർക്ക് തലച്ചോറ് ഉൾപ്പെടെ പുറത്തു വന്ന നിലയിലാണ് എന്ന തരത്തിലാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഫയർഫോഴ്സും മറ്റും എത്തിയതിനു ശേഷം മറ്റ് കൂടുതൽ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ പരിക്കേറ്റ നിരവധി ആളുകളെ നെന്മാറയിലെ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ അതായത് അരുൺ, നിറയെ യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം, അല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, ബസ്സിൽ യാത്രക്കാർ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. എത്ര പേരുണ്ടായിരുന്നു, ഇതിലിപ്പോൾ എത്ര പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ കണക്കുകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതേസമയം തന്നെ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള തരത്തിലാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബസ് ചുരത്തിലേക്ക് മറിഞ്ഞതോടുകൂടി ഈ ബസ്സിനും അവിടുത്തെ മരങ്ങൾക്കിടയിലും ഒക്കെ ആയിട്ട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ പുറത്തേക്ക് എടുത്ത് ആംബുലൻസിൽ കയറ്റി നെന്മാറയിലെ സർക്കാർ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ എന്നുള്ളതാണ്. ഏതായാലും നിലച്ചിരിക്കാതെ ഉണ്ടായ ഒരു വലിയ അപകടം എന്നുള്ളത് തന്നെയാണ് നെല്ലിയാമ്പതി ചുരം പാതയിൽ സംഭവിച്ചിരിക്കുന്നത്. ചുരം പാതയിൽ നമുക്കറിയാം ഈ വിനോദസഞ്ചാരികൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ നെല്ലിയാമ്പതിയിലേക്കും അതുപോലെ തന്നെ മലമ്പുഴ കവ പ്രദേശത്തേക്കും ഒക്കെ മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശവാസികളായ ആളുകളെ മാത്രമാണ് ഈ ചുരത്തിലൂടെ കടത്തിവിടുന്നത്. അത്തരത്തിൽ ഈ തദ്ദേശവാസികളായ ആളുകൾ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ നെല്ലിയാമ്പതി ചുരം പാതയിൽ ചെക്ക് പോസ്റ്റിന് സമീപത്തായിട്ട് ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ് ചുരത്തിലേക്ക് മറിയുകയായിരുന്നു, കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ചുരം പാതയിൽ നിന്ന് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ആ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നാട്ടുകാരും അതുപോലെ തന്നെ അഗ്നിശമന സേനയുടെ യൂണിറ്റും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അരുൺ, ഈ ചുരത്തിലുണ്ടായ ഈ അപകടത്തിൽ ഒരു ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം പരിക്കേറ്റവരുടെ മറ്റുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആശുപത്രിയിൽ നിന്നും 2 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. മറ്റാളുകൾക്ക് ചിലർക്ക് നിസ്സാര പരിക്കുകളാണ്, ചിലർക്ക് സാരമായുള്ള പരിക്കുകൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്നത്. നെന്മാറയിൽ നിന്നുമുള്ള 7ഓളം ആംബുലൻസുകളാണ് നെല്ലിയാമ്പതി ഭാഗത്തേക്ക് ആദ്യം എത്തിയത്. തുടർന്നാണ് പലരെയും ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ ആളുകളെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അരുൺ, ഒപ്പം ആ ബസിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ കൊക്കയിലേക്ക് മറിഞ്ഞാകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ബസ്. ഇപ്പോഴും അവിടെ ആ ബസ്സിനുള്ളിൽ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണോ? അത്തരത്തിലുള്ള ഒരു ആശങ്ക തന്നെയാണ് ഉള്ളത്.
കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പരിശോധനകൾ ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്തേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജീവൻ നഷ്ടമായി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവര് അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ പുറത്തേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത് അഗ്നിശമന സേനയുടെയും മറ്റും ഉദ്യോഗസ്ഥരും എത്തിയതിനു ശേഷം ആ നടപടികളിലേക്ക് കടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചുരം പാതയിൽ ഇന്നിപ്പോൾ പാലക്കാട് പൊതുവെ മഴ രാവിലെ മുതൽ കുറവാണ്. പക്ഷേ ചുരം പാതയിൽ വെച്ച ഈ വാഹനത്തിന് എന്താണ് സംഭവിച്ചത്, ഈ ബ്രേക്ക് എങ്ങനെയാണ് ജാമായത്, നഷ്ടമായത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനം എതിർവശത്ത് വന്നപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തത് പിന്നീട് വാഹനം തെന്നിമാറിയതാണോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതായിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നത് ഈ KSRTC ബസ് ചുരംപാതയിൽ സഞ്ചരിക്കവേ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഈ അപകടം ഉണ്ടായത്. തുടർന്ന് വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു എന്ന തരത്തിലാണ് നാട്ടുകാരായ ആളുകൾ, ദൃക്സാക്ഷികളായ ആളുകൾ പറയുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ലിയാമ്പതി ചുരത്തിലാണ് അപകടമുണ്ടായത്. KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരു ജീവനാണ് പൊലിഞ്ഞത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്.